ഗ്രാമപ്പോരിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ സംസ്ഥാനത്തിന്റെ മൊത്തം ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തലസ്ഥാനം പിടിച്ചാൽ നിയമസഭ പിടിക്കാമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ. ഈ പ്രതീക്ഷ മുൻനിർത്തിയാണ് ഇക്കുറി പ്രമുഖ വ്യക്തികളെ മുന്നണികൾ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നതും. മുൻനിര നേതാക്കളെ രംഗത്തിറക്കിയും മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകിയും പോരാട്ടം തീ പാറുമ്പോൾ ഈ വരുന്ന ചൊവ്വാഴ്ച ഡിസംബർ 9 നടക്കുന്ന ആദ്യപാദ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 വാർഡുകളിൽ 3 മുന്നണികളും തമ്മിൽ ശക്തമായ മത്സരമാകും നടക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവെ രാഷ്ട്രീയത്തിനുമപ്പുറം വ്യക്തിബന്ധങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ഇവയെല്ലാം വോട്ടായി മാറുന്നൊരു പശ്ചാത്തലമുണ്ട്. ഇത് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ പ്രത്യാശയും. കഴിഞ്ഞ 3 ദശാബ്ദത്തിലേറെയായി ഇടതുപക്ഷം തുടർച്ചയായി ഭരണം കൈയാളുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം. ഇത്തവണയും ഭരണം നിലനിർത്താൻ തന്നെയാണ് LDF ലക്ഷ്യമിടുന്നത്. അതേസമയം ഭരണം തിരിച്ചു പിടിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് സജ്ജമായിരിക്കുന്നത്. ഒപ്പം കൂടുതൽ സീറ്റുകൾ നേടി ഭരണം പിടിച്ച ചരിത്രം കുറിക്കാൻ ലക്ഷ്യമിട്ടാണ് BJP കളത്തിലിറങ്ങിയിരിക്കുന്നത്. പലയിടത്തും ത്രികോണ മത്സരമാകും നടക്കുക. ആരാകും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനം പിടിക്കുക എന്നും എത്ര സീറ്റും നേടും എന്നത് സംബന്ധിച്ചുള്ള ഒരു സർവേ റിപ്പോർട്ടുമായാണ് ഗ്രൗണ്ട് സീറോ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നവംബർ അവസാന വാരം മുതൽ ഡിസംബർ 4 വരെയുള്ള കാലയളവിൽ തലസ്ഥാനത്തെ വോട്ടർമാരെ നേരിൽ കണ്ട് തയ്യാറാക്കിയ സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് സർവേയിൽ വ്യക്തമാകുന്നത്. സർവേ പ്രകാരം UDFന് മുൻതൂക്കമുള്ള തൂക്കഭരണമാകും കോർപ്പറേഷനിൽ വരിക. വലിയ അത്ഭുതം തലസ്ഥാനത്ത് സംഭവിക്കുമെന്ന സൂചനയാണ് ഈ സർവേ ഫലം നൽകുന്നത്. അത് UDFന്റെ മിന്നുന്ന പ്രകടനത്തോടെയുള്ള തിരിച്ചുവരവാണ്. നിലവിലെ 10 സീറ്റിൽ നിന്നും 43 സീറ്റുകളിലേക്ക് UDF കുതിച്ചുയരുമെന്നാണ് സർവേയിൽ തെളിയുന്നത്. ചെമ്പഴന്തി, ശ്രീകാര്യം, അമ്പലമുക്ക്, കാച്ചാണി, വാഴോട്ടുകോണം, കവടിയാർ, കുറവങ്കോണം, മുട്ടട, നാലാഞ്ചിറ, ഉള്ളൂർ, പട്ടം, കേശവദാസപുരം, ഗൗരീശപട്ടം, കുന്നുകുഴി, നന്ദൻകോട്, പാളയം, വഴുതക്കാട്, ശാസ്തമംഗലം, തിരുമല, ജഗതി, വലിയശാല, നേമം, പൂങ്കുളം, വെങ്ങാനൂർ പോർട്ട്, വിഴിഞ്ഞം ഹാർബർ, വെള്ളാർ, പൂന്തുറ, പുത്തൻപള്ളി, ഭീമാപ്പള്ളി, വലിയതുറ, വള്ളക്കടവ്, ഫോർട്ട്, പെരുന്താനി, തമ്പാനൂർ, വഞ്ചിയൂർ, കണ്ണൻമൂല, വെട്ടുകാട്, കരിക്കകം, ആക്കുളം, കുളത്തൂർ, പള്ളിത്തുറ തുടങ്ങിയ വാർഡുകളിലാണ് UDFന് വിജയസാധ്യതയുള്ളത്. അതേസമയം 36 സീറ്റുകളിലേക്ക് LDF കൂപ്പുകുത്തുമെന്നും സർവേയിൽ വ്യക്തമാകുന്നു. തലസ്ഥാനത്ത് LDFന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കേവല ഭൂരിപക്ഷം മറികടക്കുന്ന പ്രകടനം പോലും കാഴ്ചവെക്കാനാകില്ലെന്നാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്ന UDF ഇക്കുറി LDFനും BJPക്കും അതിശക്തമായ വെല്ലുവിളി ഉയർത്തി ഭരണത്തിലെത്താനുള്ള സാധ്യതയാണ് സർവേയിൽ വ്യക്തമാകുന്നത്. അതേസമയം ഉറപ്പായും ഭരണം പിടിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന NDA 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. 22 വരെ സീറ്റുകൾ മാത്രമേ ഇത്തവണ NDAക്ക് നേടാനാകൂ എന്നാണ് ഗ്രൗണ്ട് സീറോ നടത്തിയ സർവേയിൽ നിന്നും വ്യക്തമാകുന്നത്. തുടക്കത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കോയ്മ നേടിക്കൊടുത്തിരുന്നു. മറ്റു മുന്നണികൾ അറച്ചു നിന്നിരുന്ന സമയത്ത് തന്ത്രപൂർവ്വം മുൻ MLA KS ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റൊരു മുന്നേറ്റം നടത്തിയതും UDFന് അനുകൂലമാകും. ഇദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് യുവതലമുറയിൽ ആവേശം ജനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് സർവേയും ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തെ ആകെ ഞെട്ടിച്ചതായിരുന്നു തിരുവനന്തപുരത്തെ UDFന്റെ സ്ഥാനാർത്ഥി നിർണയം. മുതിർന്ന നേതാവ് K മുരളീധരന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചുമതല നൽകിയതും അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ സാന്നിധ്യവും തലസ്ഥാനത്ത് BJPയെയും LDFനെയും മറികടന്ന് UDFനെ മുന്നിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള കോൺഗ്രസിന്റെ തന്ത്രമായിരുന്നെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ചില നെഗറ്റീവ് ഫാക്ട്സ് ആണ് ഇത്തവണ BJP 3ാം സ്ഥാനത്തേക്ക് വീഴാനുള്ള സാധ്യതയായി ചൂണ്ടിക്കാട്ടുന്നത്. ഉദാഹരണമായി BJPയുടെ സ്വാധീന മേഖലയായ തിരുമലയിലെ കൗൺസിലർ അനിലിന്റെ ആത്മഹത്യ, സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ ആനന്ദ് K തമ്പി എന്ന BJP പ്രവർത്തകന്റെ ആത്മഹത്യ, BJPയുടെ സഹകരണ സംഘങ്ങളിൽ ഇത്തരത്തിൽ കൊള്ളരുതായ്മകൾ നടക്കുന്നുണ്ടെന്ന BJPയുടെ പഴയ സംസ്ഥാന വക്താവായിരുന്ന MS കുമാറിന്റെ പരസ്യ പ്രതികരണം ഇവയെല്ലാം നടന്നത് BJPക്ക് സ്വാധീനമുള്ള നേമം നിയോജക മണ്ഡലത്തിലും തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിന്റെ ഭാഗങ്ങളിലുമാണ്. ഇവിടെ BJPക്ക് ചെറിയ തിരിച്ചടിയാണ് സംഭവിക്കുന്നതെങ്കിൽ കൂടി അത് BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം LDFന് ഇത്തവണ തിരിച്ചടിയാകാൻ പോകുന്നത് പ്രധാനമായും
LDF ഭരിക്കുന്ന കോർപ്പറേഷന്റെ ദുർഭരണമാണെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട്. നിലവിലെ മേയറായിട്ടുള്ള LDFന്റെ ആര്യ രാജേന്ദ്രന്റെ ഭരണപോരായ്മയും LDFന് തിരിച്ചടിയാകുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് വെറും നിഗമനങ്ങളല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള തീരദേശ മേഖലയിലെ 20ഓളം വാർഡുകളിൽ പ്രധാനമായി മത്സരം നടക്കുന്നത് LDFും UDFും തമ്മിലാണ്. ഈ വാർഡുകളിൽ ഇത്തവണ UDF LDFനെ കടത്തിവിട്ടുമെന്നാണ് സർവേയിൽ പറയുന്നത്. ഈ മേഖലയിൽ കോൺഗ്രസിന് പൂർണ്ണമായും ആധിപത്യം സ്ഥാപിക്കാനായാൽ അത് കോൺഗ്രസിന് നേട്ടമാകുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ശക്തമായ പ്രചാരണവും വോട്ടിംഗ് ദിനത്തിൽ ജാഗ്രത കാണിക്കുവാൻ സാധിച്ചാൽ UDFന് ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. മുകളിൽ പറയുന്ന ഘടകങ്ങളെല്ലാം നിലവിലെ സാഹചര്യങ്ങൾ ഒരു പരിധിവരെ കോൺഗ്രസിനും ടീം UDFനും തെരഞ്ഞെടുപ്പിൽ സഹായമാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഒരുപക്ഷെ ഈ സർവേ റിപ്പോർട്ടിനെ അട്ടിമറിച്ച് കൂടുതൽ സീറ്റുകൾ നേടി തിരുവനന്തപുരം കോർപ്പറേഷൻ UDF തിരിച്ചുപിടിച്ചാലും അത്ഭുതപ്പെടാനില്ല. കാരണം നിലവിൽ തലസ്ഥാനത്ത് കോൺഗ്രസിന് അനുകൂലമാകുന്ന തരത്തിലാണ് കാറ്റുവീശുന്നത്. അണികളുടെ ആവേശം ഉയർത്താനും ജനങ്ങൾക്കിടയിൽ വിജയത്തിന് വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നതെന്നുമുള്ള സന്ദേശം നൽകാനും കോൺഗ്രസിനായിട്ടുണ്ട്. ശക്തമായ പ്രവർത്തനങ്ങളും പ്രചരണവുമാണ് സ്ഥാനാർത്ഥികളും മുതിർന്ന നേതാക്കളും ഉൾപ്പെടുന്ന സംഘം നടത്തുന്നത്. യുവ നേതാക്കളുടെയും ശക്തരായ വനിതാ നേതാക്കളുടെയും സ്ഥാനാർത്ഥിത്വവും UDFന് അനുകൂലമാകും. ഇതിലുപരി തെരഞ്ഞെടുപ്പ് ദിവസത്തെ വോട്ടിംഗ് ശതമാനം ഫലങ്ങൾ നിർണ്ണയിക്കുവാൻ ഏറെ നിർണായകമാകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.